നമസ്കാരം. ആർക്ക് ആരെയാണ് വിശ്വാസം? സതീശന് സുധാകരനെ വിശ്വാസമില്ല, സുധയ്ക്ക് സതിയെ വിശ്വാസമില്ല, ചെന്നിത്തലയ്ക്ക് സതീശനെ വിശ്വാസമില്ല, തിരിച്ചും ഘടകന്മാർക്ക് സതീശനെയും സുധാകരനെയും വിശ്വാസമില്ല, ദീപാദാസിന് KPCC തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു വിശ്വാസ സംരക്ഷണ കൺവെൻഷനെങ്കിലും വിളിച്ചു ചേർക്കണം. അത് അത്രയ്ക്ക് അത്യാവശ്യമാണ്. KPCCയിൽ ശബ്ദമുയർത്തി ഒറ്റയാകാനുള്ള ശ്രമം തുടങ്ങിയതോടെ നിരവധി പ്രശ്നങ്ങളാണ് സതീശൻ നേരിടുന്നത്. അപ്പോൾ അതാ കൂനിമേ കുരു എന്ന പോലെ സതീശന്റെ രഹസ്യ സർവേ പൊല്ലാപ്പാവുകയാണ്. രഹസ്യ സർവേ ചോദ്യം ചെയ്ത് നിരവധി നേതാക്കൾ രംഗത്തെത്തി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയ സാധ്യതയാണ് സർവേയിൽ പരിശോധിച്ചത്. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു സർവേ റിപ്പോർട്ട്. ജനുവരി 9 ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള 63 മണ്ഡലങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചും VD സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനെതിരെ AP അനിൽകുമാർ രംഗത്ത് വന്നിരുന്നു. ആരുടെ അനുമതിയോടെയും പിന്തുണയോടെയുമാണ് സർവേ നടത്തിയതെന്നും AP അനിൽകുമാർ ചോദിച്ചതോടെ ഇരുവരും തമ്മിലങ്ങ് തർക്കമുണ്ടായിരുന്നു. മറ്റു നേതാക്കളൊന്നും ഈ ചർച്ചയിൽ പക്ഷം ചേർന്നില്ലെങ്കിലും രഹസ്യ സർവേ കോൺഗ്രസിൽ വിവാദമായിരിക്കുകയാണ്. പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. സാധാരണ ഇത്തരം സർവേ നടത്തുന്നത് ഹൈക്കമാൻഡാണെന്നും ഇവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ രഹസ്യ സർവേ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം. ഇത് ആരോപണമല്ല, സത്യം തന്നെയാണ്. നേതൃത്വം അറിയാതെ രഹസ്യ സർവേ നടത്തിയതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. ഈ വിവരം നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നുവെന്നും വിവരമുണ്ട്. രഹസ്യ സർവേ നടത്തിയത് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്ലാനിംഗ് തന്നെയാണ്. 2 ദിവസം മുമ്പാണ് താനും ചെന്നിത്തലയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു കൂകിയത്. അതിന്റെ അടുത്ത ദിവസം തന്നെ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം KPCC സമിതിയിൽ കണ്ടതാണ്. വേണമെങ്കിൽ ഇരുവരും ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്താമെന്നായിരുന്നു സതീശന്റെ വീമ്പ് പറയൽ നാടകത്തിന് ഇതോടെ അന്ത്യമായി. തമ്മിലടി വാർത്തകളെല്ലാം മാധ്യമ സൃഷ്ടി എന്നു പറഞ്ഞ സതീശന്റെ ആ നാവ് ഇപ്പോൾ എവിടെ പോയി? ഇവരുടെ തമ്മിലടി കാരണം KPCC യോഗത്തിനു ശേഷം നടക്കേണ്ട സംയുക്ത വാർത്താ സമ്മേളനം പോലും മാറ്റിവെക്കേണ്ടി വന്നു. എന്തായാലും ദിവസം കഴിയുന്തോറും കോൺഗ്രസിന്റെ ഗ്രാഫ് അധപതനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്.